നമുക്ക് വിവിധ ജില്ലകളിൽ നിന്നും റിപ്പോർട്ടർമാരൊക്കെ ചേരുന്നുണ്ട്. ജെയിൻ എസ് രാജു ഉണ്ട്, രാഹുൽ ജി നാഥ് ഉണ്ട്, ശ്യാം ഉണ്ട്. നമ്മൾ ആദ്യം ജെയിൻ എസ് രാജുവിലേക്ക് പോവുകയാണ് ഇടുക്കിയിൽ. ജെയിൻ, ഗുഡ് മോർണിംഗ്. ഇടുക്കി ജില്ലയിൽ പൊതുവെ മഴ വരുമ്പോൾ എല്ലാവരും ഭയക്കുന്നൊരു സ്ഥലം കൂടിയാണ്. അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയുണ്ട്? മഴയുണ്ടോ? മോത്തി, മഴയുണ്ട്. പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലയേക്കാൾ കൂടുതൽ കഴിഞ്ഞ രാത്രിയും ഇന്ന് രാവിലെയുമായിട്ട് മഴ പെയ്തത് ലോ റേഞ്ചിലാണ്. തൊടുപുഴയിൽ ശക്തമായ മഴ ലഭിക്കുന്നു. ചെറുതോണിയിൽ നേരിയ മഴയുണ്ട്. രാജാക്കാട് തെളിഞ്ഞ കാലാവസ്ഥയാണ് എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇപ്പോൾ കാണുന്നത് മലങ്കര ഡാമാണ്. മലങ്കര ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ 5 ഷട്ടർ വരെ ഉയർത്താനുള്ള അനുമതി ജില്ലാ കളക്ടർ ഇപ്പോൾ ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് നൽകിയിട്ടുണ്ട്, ജലസേചന വകുപ്പിന് നൽകിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി 1 ഷട്ടർ കൂടി അധികമായി ഉയർത്തിയിട്ടുണ്ട്. ഇപ്പോൾ 4 ഷട്ടറുകളാണ് ഉയർത്തി വെച്ചിരിക്കുന്നത്. 20 സെന്റിമീറ്റർ മാത്രം ഉയർത്തിയിരിക്കുന്നു. അല്പസമയം മുമ്പാണ് 1 ഷട്ടർ അധികമായി ഉയർത്തിയത്. അതുകൊണ്ടാണ് വെള്ളം കലങ്ങി ഒഴുകുന്നത്. ഈ ഡാമിലെ ഷട്ടർ ഉയർത്തിയതിന്റെ പശ്ചാത്തലത്തിൽ തൊടുപുഴ ആറിന്റെ തീരത്തും അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴ ആറിന്റെ തീരത്തും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്നാണ് നിർദ്ദേശം. ജലനിരപ്പ് ഉയരാൻ, പുഴയിൽ ജലനിരപ്പും അതോടൊപ്പം തന്നെ നീരൊഴുക്ക് ശക്തമാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കുളിക്കാനിറങ്ങുന്നവരടക്കം ജാഗ്രത പാലിക്കേണ്ടതാണ്. മറ്റ് സ്ഥലങ്ങളിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല. അനിഷ്ട സംഭവങ്ങളോ അപകടങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. രാത്രി യാത്ര ജില്ലയിൽ നിരോധിച്ചിട്ടുണ്ട്. ഇന്ന് ഓറഞ്ച് അലർട്ടാണെങ്കിലും അതിശക്തമായ റെഡ് അലർട്ടിന് സമാനമായിട്ടുള്ള ഒരു മഴയാണ് ലോ റേഞ്ചിൽ ലഭിക്കുന്നത്. രാത്രി 7 മണി മുതൽ വൈകിട്ട് രാവിലെ 6 മണി വരെയുള്ള രാത്രി ഗതാഗതമാണ് നിയന്ത്രിച്ചിരിക്കുന്നത്. എന്നാൽ ടൂറിസം മേഖലയിൽ നിരോധനങ്ങളൊന്നുമില്ല, നിയന്ത്രണങ്ങൾ മാത്രമാണുള്ളത്. പ്രത്യേകിച്ച് വെള്ളച്ചാട്ടങ്ങളിലേക്ക് ഇറങ്ങുന്നതിനും പുഴയിൽ ഇറങ്ങുന്നതിനും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലേക്ക് പോകുന്നതിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ വിനോദസഞ്ചാരികൾക്ക് യഥേഷ്ടം വരാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ നിരോധനം ഇതുവരെ ഏർപ്പെടുത്തിയിട്ടില്ല. മറ്റനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വരും മണിക്കൂറുകളിൽ കൂടുതൽ മഴ ശക്തി പ്രാപിക്കും എന്നാണ് കരുതുന്നത്. കാരണം ഏത് സമയത്തും ശക്തമായ മഴ പെയ്യാവുന്ന തരത്തിലാണ് കാലാവസ്ഥയുള്ളത്. മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് ജില്ലയുടെ എല്ലാ മേഖലയിലുമുള്ളത്. ശരി ജെയിൻ. രാഹുൽ ജി നാഥിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്ത് രാഹുലുണ്ട്. രാഹുൽ, ഈ തിരുവനന്തപുരത്തെ അവസ്ഥ എങ്ങനെയുണ്ട്? മഴ തെളിഞ്ഞു നിൽക്കുന്നു എന്നാണ് രാഹുൽ നേരത്തെ പറഞ്ഞത്. കാലാവസ്ഥയുടെ കാര്യമാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. മാറ്റം ഉണ്ടോ ഇപ്പോൾ? അതെ, പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ വാക്ക് തന്നെയാണ്. കാരണം ഏറിയും കുറഞ്ഞു മഴ നിൽക്കുകയാണ്. മഴ ഇപ്പോൾ ഒരു പരിധിവരെ ശക്തമായി പെയ്യുന്നു എന്ന് പറയാം. ഞാനിപ്പോൾ തിരുവനന്തപുരം പേട്ടയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും, റെയിൻകോട്ട് ധരിക്കാതെ കുറേ പേർ പോകുന്നു, കുറേ പേർ സൈഡിൽ നിന്ന് റെയിൻകോട്ടുകൾ ധരിക്കുന്നു. അത്തരത്തിൽ രാവിലെ കണ്ട തിരുവനന്തപുരത്തിൻ്റെ ഒരു കാഴ്ചയല്ല നിലവിൽ കാണുന്നത്. മഴ ഏറിയും കുറഞ്ഞു നിൽക്കുകയാണ്. രാവിലെ മഴ ഉണ്ടാകില്ലെന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങിയവരാണ് ഇപ്പോൾ ഈ ഒരു പരിധിവരെ ശക്തമെന്ന് പറയാവുന്ന രീതിയിൽ ഇപ്പോൾ ഇവിടെ മഴയുണ്ട്. പേട്ടയെ സംബന്ധിച്ച് വഴിയോര കടകൾ കൂടുതലാണ്. വഴിയോര കച്ചവടക്കാർ ഇപ്പോൾ മഴ പെയ്തതിൻ്റെ ഭാഗമായി അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ചേട്ടാ, മഴ എങ്ങനെയുണ്ട്? മഴ അടിപൊളിയല്ലേ? മഴ അടിപൊളിയല്ലേ? അടിപൊളിയാണ്. ഈ കച്ചവടം അടിപൊളിയാവോ മഴ പെയ്യുമ്പോൾ? ഇതിനകത്തേക്ക് ഇരിക്കണം. കച്ചവടം പോക്ക് തന്നെ. മഴ പെയ്താൽ കച്ചവടം പോക്ക് തന്നെ. കച്ചവടം പിന്നെ കിട്ടാൻ പാടാണ്. ഈ വഴിയോരത്തിരിക്കുമ്പോഴത്തേക്ക് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? കാരണം മഴ പെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ എന്തൊക്കെ ചെയ്യാറുണ്ട്? കാറ്റ് വന്നാൽ കട പോകാതിരിക്കാൻ നോക്കണം. അല്ലാതെ അങ്ങനെയുള്ള ശ്രദ്ധകളുണ്ട്. മഴ മാറണമെന്നാണ് ആഗ്രഹം. മഴ മാറണ്ടെന്നാണ് ആഗ്രഹം. എന്താണെന്ന് പറഞ്ഞാൽ ചൂടിൽ കുറേ അനുഭവിച്ചാണ്. അപ്പം ഇനി മഴ മാറിയിരുന്നാൽ വീണ്ടും ചൂട് വരില്ല. അപ്പം മഴ പെയ്യട്ടെ, നല്ല കാര്യമില്ലേ ഇത്? അതെ, തീർച്ചയായും അതെ. ആ പറഞ്ഞ അഭിപ്രായം വളരെ ശരിയാണ്. കാരണം ചൂടായിരുന്നു, അതുകൊണ്ട് മഴ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഈ കച്ചവട സ്ഥാപനമാണ് ഈ റോഡിൻ്റെ വശത്താണ് നിൽക്കുന്നത്. അപ്പോൾ വലിയ കാറ്റോ മഴയോ പെയ്ത് കഴിഞ്ഞാൽ അതുമില്ല, ഉപജീവനം ഇല്ലാതാകും. എന്നാൽ ചൂട് മാറാൻ മഴ വേണമെന്ന് പറഞ്ഞാൽ ഈ ചേട്ടൻ കുറച്ച് മുമ്പ് പറഞ്ഞ ഈ കസേരയിലാണ് ഇരുന്നത്. മഴ പെയ്തപ്പോൾ അകത്തേക്ക് കയറിയാണ്. ചേട്ടാ, മഴ എങ്ങനെയുണ്ട്? വളരെ ബുദ്ധിമുട്ടില്ല. നമ്മളെ പോലുള്ള പാവപ്പെട്ട കച്ചവടക്കാരെ കാര്യങ്ങളൊക്കെ കഷ്ടമാണ്. ടിക്കറ്റ് എടുത്ത് വെച്ചിട്ട് പോലും ചെയ്യുന്നില്ല, വെളിയിൽ ആളിറങ്ങണില്ല. വളരെ ബുദ്ധിമുട്ടില്ല. സാധാരണ മഴ പെയ്യുമ്പോൾ എന്താ ചെയ്യാറുണ്ട്? ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കുന്നത്. വേറെ എന്ത് ചെയ്യാൻ, നമ്മളെ പോലുള്ളൊരു എന്ത് ചെയ്യാനായിരിക്കും. അതെ, ഈ പറഞ്ഞ പോലെ മഴയിൽ നിസ്സഹായത പ്രകടിപ്പിക്കുന്നവരുണ്ട്. കാരണം ഈ കച്ചവടം നടക്കുന്നില്ല, ആളുകൾ പിന്നീട് എത്തുന്നില്ല എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും മഴ തിരുവനന്തപുരത്ത് ഏറിയും കുറഞ്ഞു നിൽക്കുകയാണ്. മുന്നറിയിപ്പ് പ്രകാരം ഉള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണോ എന്ന് സംശയിക്കാം. കാരണം വരും മണിക്കൂറിൽ മഴ ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. 2 ദിവസം അതിശക്തമായ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് പറഞ്ഞത്. അതിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ പോകുന്നതെന്ന് സംശയിക്കണം. കാരണം ഏറിയും കുറഞ്ഞും മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പരിധിവരെ ശക്തമെന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ പേട്ടയിൽ മഴ പെയ്യുന്നുണ്ട്. മോത്തി.